അപ്പോൾ ഞാനിതാ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി റൗണ്ടും ലീഫുമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ കാരണം നമ്മളെ വീഡിയോ ഇനിയും ലെങ്ത്ത് കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതുവരെയുള്ള വർക്ക് ചെയ്തത് കേട്ടോ. ഇനി ലീഫും അതുപോലെ ആ ഒരു റൗണ്ടും ചെയ്യണത് എങ്ങനെയെന്ന് നോക്കാം. അതുപോലെ റൗണ്ടിൻ്റെ ഉള്ളിലും ഞാൻ ചെയിൻ സ്റ്റിച്ച് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് തന്നെ ചെയിൻ സ്റ്റിച്ച് അല്ല റണ്ണിങ് സ്റ്റിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. ഉള്ളിൽക്കും ചെയ്തിട്ട് അതൊരു ഫ്ലവർ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളിലും റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പിക്ചർ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതുകൂടി ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ ഫ്രീ ക്ലാസ്സിൽ തരുന്ന സ്റ്റിച്ചുകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്ലെയിൻ ഡ്രസ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ടോപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. പലർക്കും ഒരു ഡൗട്ടാണ് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് വർക്കുകൾ പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഓൺലൈനായിട്ട് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മളിപ്പോൾ ഫ്രീ ക്ലാസ് ലൈവ് കൊടുക്കാത്ത തന്നെ ഓരോരുത്തരെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അതായത് പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. എല്ലാവർക്കും ഒരേ ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റെക്കോർഡ് ക്ലാസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് റെക്കോർഡ് ക്ലാസ് ആയിട്ട് തന്നെ തരുന്നത്, ലൈവ് വെക്കാതെ റെക്കോർഡ് ക്ലാസ് ആയിട്ട് തരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാമല്ലോ വെച്ചിട്ടാണ്. പലർക്കും ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ ഒരു പേടിയും വേണ്ട. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഓൺലൈനായിട്ട് പഠിച്ചിട്ട് തന്നെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ലീഫ് ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ആ റൗണ്ടും അതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. കഴിഞ്ഞു. അടിയിൽ നമ്മൾ കെട്ടിട്ട് കൊടുക്കുക. നമ്മുടെ ഫ്രണ്ടിലേക്ക് സ്റ്റിച്ച് കാണാത്ത രീതിയിൽ വേണം അടിയിൽ ചെറുതായിട്ട് എടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കാൻ കേട്ടോ. ഇനി ആ ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം യെല്ലോ വെച്ചിട്ട്, അപ്പോൾ നിങ്ങൾ നല്ല നല്ല കളർ കോംബോ എടുത്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇനി യെല്ലോ കളർ വെച്ചിട്ടാണ് നമ്മൾ ഈ റൗണ്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റിച്ചിൽ ഫുള്ളായിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് നമ്മളെ ഡ്രസ്സ് തന്നെ ഡിസൈൻ ചെയ്തിട്ട് ഇടുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അപ്പോൾ നമ്മൾക്ക് ചിലർക്ക് അടിക്കാൻ അറിയുന്നവരായിരിക്കും, പക്ഷേ ഡിസൈൻ ചെയ്യാൻ അറിയാത്തവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു എംബ്രോയിഡറി ക്ലാസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രെഡ് വർക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡ്രസ്സിൽ ത്രെഡ് വർക്ക് ചെയ്യാൻ സാധിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫ്രീ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് വർക്ക് ചെയ്യാതിരിക്കരുത്. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. നല്ല നല്ല പിക്ചറുകൾ എടുത്തിട്ട് ഈ ഒരു പിക്ചർ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാം. അതല്ല നിങ്ങൾക്ക് വരക്കാൻ അറിയുന്നുണ്ടെങ്കിൽ വരക്കാം. അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലേക്ക് പിക്ചറുകൾ വരച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോസ് അയക്കണം കേട്ടോ. അതുപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും ഞാൻ ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. നിങ്ങൾ ചോദിച്ച ഉടനെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഇതുപോലത്തെ വലിയ പിക്ചറുകൾ എടുത്തിട്ട് തന്നെ നല്ല നല്ല പിക്ചറുകൾ എടുത്തിട്ട് തന്നെ ചെയ്യട്ടെ. സിമ്പിളായിട്ട് ഒരു ലൈന് അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ബോർഡ് വേറെ ചെയ്യണം. ഒരു ലൈനിൽ ചെയ്ത് നോക്കിയതിൻ്റെ ശേഷമാണ് നമ്മൾ പിക്ചറിലേക്ക് ചെയ്യുക. അപ്പോൾ പിക്ചർ എടുക്കുന്നത് നല്ല അടിപൊളി നല്ല നല്ല പിക്ചറുകൾ എടുത്തുകൊണ്ട് തന്നെ ചെയ്യുക. എന്നാലാണ് ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ചെറിയൊരു ഫ്ലവർ അല്ലെങ്കിൽ ചെറിയൊരു ഇതളുകൾ വരച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഭംഗി ശരിക്കും അറിയില്ല. നല്ല അടിപൊളി പിക്ചറുകൾ എടുത്ത് ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് അതിൻ്റെ ഭംഗി അറിയാൻ സാധിക്കുള്ളൂ. ആ ഒരു സ്റ്റിച്ച് എത്രത്തോളം ഭംഗി ഉണ്ടാവും ചെയ്താൽ എന്നുള്ളത് അറിയണമെങ്കിൽ അത്യാവശ്യം നല്ല പിക്ചറുകൾ എടുത്തിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഫ്രീ ആണെന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യാതിരിക്കരുത്. എല്ലാവരും ചെയ്ത് നോക്കണേ. ഓക്കെ,
അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചറിൻ്റെ ലാസ്റ്റ് ഫൈനലായിട്ടുള്ള ഒരു പിക്ചറിൻ്റെ ഇതാണത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.